തുണികളാണ് വിരിച്ചിട്ടേക്കണത് അല്ലേ, കഷ്ണങ്ങൾ. കാരണം ഇതിലേ ഇങ്ങോട്ട് കാറ്റും ഇടിവെട്ടും മിന്നലും ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറും. വല താഴെ ഇട്ടേക്കാണ്. ആ വലയുടെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ പൂച്ചകൾ കയറും. പിന്നെ നിറച്ച് ചെതലാണ്, തൊട്ട ഒടിഞ്ഞു പോരും. ബലമില്ലാത്തതാണ് ഈ വക സാധനങ്ങളൊക്കെ. വർഷങ്ങളായി കാറ്റിനെയും മഴയെയും പേടിച്ച് ടാർപ്പായ കെട്ടിയ ഷെഡിൽ കഴിയുന്ന പുത്തൻവേലിക്കര സ്വദേശിനി 58-കാരി രംഭയ്ക്ക് ഇനി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും. ജനം സൗഹൃദവേദി സുഹൃത കേരളം പദ്ധതിയിലൂടെ വീട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആദ്യ ഗഡു ജനം സുഹൃത കേരളം ഡയറക്ടർ കൃഷ്ണകുമാർ KT രംഭയ്ക്ക് കൈമാറി. തുടക്കമാണ് നമ്മുടെ. അപ്പോൾ നല്ലൊരു വീട് തന്നെ ചേച്ചിക്കുണ്ടാവുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മുടെ സുഹൃത കേരളത്തിൻ്റെ ഉദ്ദേശം ഒന്ന് ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊപ്പം തന്നെ ആളുകളെ പ്രൊഡക്റ്റീവാക്കി മാറ്റുക, ഉൽപാദനക്ഷമതയുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റുക. അത്തരം സപ്പോർട്ടുകളും ഇതിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 360 ഡിഗ്രി ഒരു മാറ്റം നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയും. അതിന് എല്ലാ മലയാളികളും ഒന്നിക്കണം, എല്ലാ മലയാളികളും സപ്പോർട്ട് വേണം. മലയാളികളെല്ലാം സപ്പോർട്ട് ചെയ്താൽ എല്ലാ മലയാളികൾക്കും വളരെ സമ്പൂർണ്ണമായ സംതൃപ്തമായ ഒരു കേരളം ഉണ്ടാവും. വീട് പറഞ്ഞ ഒരു മനുഷ്യന് താമസിക്കാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി തന്നെ അതിനുണ്ടായിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ളൊരു വീട് പണിയാനുള്ളൊരു പ്ലാൻ നമുക്ക് ഉണ്ടാവും. അതിന് സിവിൽ എഞ്ചിനീയേഴ്സ് തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. അതിനൊക്കെ ഒരു യൂണിക്നെസ് ഉണ്ടായിരിക്കും. ദെൻ ഇതിന് വേണ്ടുന്ന ചിലപ്പോൾ റോ മെറ്റീരിയൽ ആയിരിക്കും ഒരു കമ്പനി സ്പോൺസർ ചെയ്യുന്നത്. മുഴുവൻ പേരും ചിലപ്പോൾ പൈസ ആവണമെന്നില്ല. ഇപ്പോൾ ഒരു ടൈൽ കമ്പനി ചിലപ്പോൾ ടൈൽസ് ആയിരിക്കും, സിമെൻറ്റിൻ്റെ കമ്പനി സിമെൻ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻസിലൂടെയാണ് ഒരു വീട് നമ്മൾ ചെയ്യുക. അപ്പോൾ ശരിക്കും ഇപ്പോൾ അതിൻ്റെ തുടക്കമാണ്. ഇതിന് ശേഷം നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നറിഞ്ഞപ്പോൾ തന്നെ രംഭയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ആ സാറ് വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ദൈവം രക്ഷിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരുത്തും. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് കിടന്ന്. ഓരോ അന്തി ഞാൻ കിടന്ന് കഴിച്ചു കൂട്ടണത് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. അവിടെ അനക്കം കേൾക്കുമ്പോൾ ഇവിടെ അനക്കം കേൾക്കുമ്പോൾ ഞാൻ നെട്ടേന്ന് കിടന്നുകൊണ്ട്, ഇടിവെട്ടുമ്പോൾ ഞാൻ ഈ കട്ടിലിൻ്റെ അടിയിൽ പായാട്ടി കൊണ്ട് പൊതിഞ്ഞു മൂടി കിടക്കുമ്പോൾ ഞാൻ പേടിച്ച് വിറക്കേനു. ആരോരും തുണയില്ലാത്തവർക്ക് കൈത്താങ്ങായി മാറിയും നൈപുണ്യ വികസനം, സംരംഭകരെ വാർത്തെടുക്കൽ, സ്ത്രീ ശാക്തീകരണം, ലഹരിമുക്ത സമൂഹം എന്നിങ്ങനെ ഒരു നവകേരള പുനഃസൃഷ്ടിയാണ് ജനം സൗഹൃദവേദി സുഹൃത കേരളം പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യം.